പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ എഴുന്നേറ്റു കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്തു പോകുമ്പോൾ കടലിളകി കാറ്റടിക്കുവാനായി തുടങ്ങി. കടലിളകുകയും കാറ്റടിക്കുകയും ചെയ്തപ്പോൾ ശിഷ്യന്മാരും യേശുവും യാത്ര ചെയ്യുന്ന പടക് ആടി ഉലയുവാൻ തുടങ്ങി. ശിഷ്യന്മാരെല്ലാവരും കിടന്ന് നിലവിളിക്കാനായി തുടങ്ങി. ഉള്ളിൽ ഭയവും ആകമാനം ഒരു വിഭ്രാന്തിയും വന്ന ശേഷം അവർ ശക്തമായി കിടന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. അവിടെ വായിക്കുന്നത് അവർ പ്രാണഭയത്തിലായി എന്നുള്ളൊരു പദപ്രയോഗമാണ്. പ്രാണൻ പോകുന്ന നിലയിലുള്ള ഒരു വേദനാജനകമായ സാഹചര്യത്തിൽ അവർ എത്തപ്പെട്ടു. എന്നാൽ അവർ പെട്ടെന്ന് യേശുവിനെ തട്ടി ഉണർത്തി. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി എന്നവിടെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്നാൽ അടുത്ത വാക്കാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്, അവൻ എഴുന്നേറ്റു. ആര്? യേശു എഴുന്നേറ്റു. രണ്ടാമത്, കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. കർത്താവിന് സ്തോത്രം. തന്നിൽ ആശ്രയിക്കുന്ന മക്കൾ കഷ്ടപ്പെടുന്നത് കാണുവാൻ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ വ്യാകുലപ്പെട്ട് അവർ ഭയത്തോടെ അവർ നിലവിളിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുവാൻ കഴിയാതെ യേശുനാഥൻ എഴുന്നേൽക്കുകയും യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മളിൽ കർത്താവ് ഉണ്ടോ? ആ കർത്താവ് നമ്മളിൽ എഴുന്നേൽക്കപ്പെടണം. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് സ്ഥാനം കൊടുക്കാതെയും കർത്താവിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കാതുമുള്ള യാത്രയിൽ പലവിധമായ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഓരോ ദിവസവും എത്രയോ പ്രതികൂലങ്ങളാണ് നമ്മൾ തരണം ചെയ്യുന്നത്. എത്രയോ വേദനാജനകമായ കാര്യത്തിൽ കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശു കർത്താവ് നിങ്ങളുടെ പടകിലുണ്ടെങ്കിൽ ആ യേശു നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ നടുവിൽ അവൻ എഴുന്നേൽക്കുന്ന ഒരു ദൈവം അത്ര. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്തൊരു ശാന്തത ഉണ്ടാകുകയാണ്. ഇന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടെയാണോ നിങ്ങളുടെ ജീവിതമാകുന്ന പടക് യാത്ര ചെയ്യുന്നത്? യേശു കർത്താവിനെ ഒന്ന് വിളിച്ചുണർത്തി അവനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായാൽ, എത്ര ശക്തമേറിയ കാറ്റായാലും എത്ര ശക്തമേറിയ പ്രതികൂലത്തിൻ്റെ തിരമാലകളായാലും അതിനെ ശാന്തമാക്കി നൽകുവാൻ യേശു കർത്താവിന് സാധിക്കും. പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ കൃപ നൽകുന്ന കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മൾ അനുഭവിച്ചറിയുകയും ആ കർത്താവിൽ കൂടെയുള്ള ശാന്തതകളെ നമ്മൾ പ്രാപിച്ചെടുപ്പാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യേശു കർത്താവ് എഴുന്നേറ്റു. അതേ, അവരെ കടലിനെ ശാന്തമാക്കിയ നമുക്കിവിടെ കാണുവാൻ അവൻ എഴുന്നേറ്റു. കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിക്കുകയാണ്. വെള്ളത്തിനൊരു കോപമുണ്ട്, മുക്കിക്കളയാനുള്ളൊരു കോപമാണ്. പലപ്പോഴും നമ്മെ മുക്കിക്കളയുവാനാണ് ശത്രു പദ്ധതിയിടുന്നത്. കാറ്റടിപ്പിക്കുന്നത് നേരെ നിൽക്കുന്ന നമ്മെ തറയിൽ തള്ളിയിടുവാൻ വേണ്ടിയാണ്. എന്നാൽ ആകയാലാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ നിൽക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് അവനിൽ വേരൂന്നി നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രതികൂലത്തിൻ്റെ കാറ്റും ഒക്കെ ഉഷ്ണമൊക്കെ അടിക്കാം. പക്ഷേ ആ പ്രതികൂലത്തിൻ്റെ കാറ്റിൽ നാമാകുന്ന വൃക്ഷം വീഴുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ വീണു പോകുവാൻ, നിങ്ങൾ തകർന്നു പോകുവാൻ, നിങ്ങൾ എല്ലാവരാലും ഒറ്റപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. യേശു കർത്താവ് നിങ്ങളുടെ കരത്തെ പിടിച്ച് പറയുന്നു, ഞാനെല്ലാം ശാന്തമാക്കുന്ന ദൈവം അത്രേ. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ? നമ്മുടെ പടകിൽ യേശുവുണ്ടോ? യേശുവിനെ നമ്മുടെ പടകിലേക്ക് വിളിക്കുക. യേശുവിനെ നമ്മുടെ പടകിൽ സ്ഥാനം കൊടുക്കുക. യേശുവിനെ നമ്മൾ എഴുന്നേൽപ്പിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, തിരയടങ്ങും, കാറ്റടങ്ങും. യേശു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനായി നമ്മെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. കർത്താവ് നിങ്ങളുടെ പടകിലുണ്ടെങ്കിൽ ഒരു പ്രയാസവും നിങ്ങൾക്കുണ്ടാകുകയില്ല. ആ വരുന്ന പ്രയാസങ്ങളെ കർത്താവ് നീക്കി നൽകും. വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പകൽക്കാലം
നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.